Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on Techno Factory with me Sumodh and welcome to YBB. So ഇതും നമ്മുടെ ഒരു പഴയ സെഗ്മെന്റ് ആണ്. കുറേ നാളായിട്ട് നമ്മൾ ചെയ്യാൻ വിട്ടുപോയ ഒരു സെഗ്മെന്റ് ആണ്. YBB മീൻസ് യുവർ ബഡ്ജറ്റ് ബിൽഡ്. സോ ഓരോ ബഡ്ജറ്റ് കാറ്റഗറിയിൽ ഡിഫറെന്റ് ബിൽഡ് റെക്കമെൻഡേഷൻസ് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ്. ഇന്ന് എന്തായാലും കുറച്ച് നാളായിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് അണ്ടർ 50,000 ബഡ്ജറ്റ് ബിൽഡ്സ്, അതായത് 20 to 50,000 ഓർ 60 ഈ റേഞ്ചിൽ വരുന്ന കുറച്ച് ബിൽഡ്സ് ആണ് കൂടുതൽ പേരും ലൈക്ക് വാട്സ്ആപ്പ് ഓർ മെസ്സേജ് ഒക്കെ ചെയ്ത് ചോദിക്കുന്നത്. സോ 2025 സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് ബഡ്ജറ്റ് ബിൽഡ് റെക്കമെൻഡേഷൻസ് ആണ്. തുടങ്ങാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാനുള്ളത്, ഈ 20-25,000 റേഞ്ച് ബിൽഡ്സ്, പുതിയ ന്യൂ പി സി ബിൽഡ്സ് നോക്കുന്നുണ്ടെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഈ ബഡ്ജറ്റ് റേഞ്ചിൽ ഒന്നും പുതിയത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഈ ബഡ്ജറ്റിൽ എൻറ്റയർലി ഒരു പുതിയൊരു പി സി ബിൽഡ് നോക്കുന്നുണ്ടെങ്കിൽ അത് വെരി ഡിഫിക്കൽട്ടാണ്. പഴയ യൂസ്ഡ് പാർട്സ് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ 20-25,000 റേഞ്ച് ഒക്കെയാണ് ബഡ്ജറ്റ് എങ്കിൽ നിങ്ങൾ പഴയ യൂസ്ഡ് പി സീസ് നോക്കുന്നതായിരിക്കും നല്ലത്. OLX, ഫേസ്ബുക്ക് മാർക്കറ്റ് പേജ്, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ്സ്, ജോയ്സ്റ്റിക്, IT ഗ്രൂപ്പ്, ഇതുപോലത്തെ ഗ്രൂപ്പ്സിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ലോക്കൽ ഏതെങ്കിലും ലോക്കൽ പി സി ബിൽഡ് സ്റ്റോഴ്സിലൊക്കെ യൂസ്ഡ് പി കിട്ടും. സോ അതുപോലത്തെ പി സീസ് കൺസിഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. പുതിയൊരു പി സി ബിൽഡ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 30 to 35,000 റേഞ്ച് ആയിരിക്കും മിനിമം ഞാൻ പറയുന്നത്. അതും റൈസന്റെ APU ബിൽഡ്സ് ആണ് ഈ ബഡ്ജറ്റിൽ പോസിബിൾ. പിന്നെ 20,000 വേണമെങ്കിൽ റൈസന്റെ 3200G ബേസ്ഡ് പി സി നോക്കാം. 3200G ഒക്കെ ഇറങ്ങിയിട്ട് വർഷങ്ങളായി. ഇറങ്ങിയ ടൈമിൽ ആ പ്രോസസ്സേഴ്സ് നല്ലതായിരുന്നു, നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു APU ആയിരുന്നു. ഇന്റലുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്റൽ പ്രോസസ്സേഴ്സിന്റെ IGPU ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല പെർഫോമൻസ് ഓഫർ ചെയ്യുന്ന ബഡ്ജറ്റ് റേഞ്ചിൽ APUs ആയിരുന്നു. ബട്ട് ഇപ്പോൾ എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. സോ ഒരു മിനിമം ബഡ്ജറ്റ് എന്ന് പറയുന്നത് മിനിമം നിങ്ങളൊരു 5600G ഓർ 4600G എങ്കിലും വെച്ച് ബിൽഡ് ചെയ്യുവാണെങ്കിൽ ഒരു എൻട്രി ലെവൽ 30,000 റേഞ്ചിൽ ബെസ്റ്റ് ആയിരിക്കും. 720p ഗെയിമിംഗ് ഓർ ബേസിക് യൂസിനൊക്കെ നമ്മൾ പറയുന്നുള്ളൂ. കുറച്ചും കൂടി ഹയർ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 40-50 റേഞ്ച് ആണ് സ്റ്റാർട്ടിംഗ് ബഡ്ജറ്റ്സ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പർപ്പസിനും റെക്കമെൻഡ് ചെയ്യുന്നത്. സോ 20-25,000 റേഞ്ച് ഒക്കെയാണ് അല്ലെങ്കിൽ അതിന് താഴെയാണ് ബഡ്ജറ്റ് എങ്കിൽ പുതിയ പി സി ബിൽഡ്സ് നോക്കണ്ട, നിങ്ങൾ യൂസ്ഡ് പി സീസ് ഒക്കെ നോക്കിയാൽ മതി. നമ്മൾ എന്തായാലും ഒരു 35,000 റേഞ്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 30 to 35,000 റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരുന്നതാണ് 5600G APU ബിൽഡ്സ്. ഒരു അപ്രോക്സിമേറ്റ്ലി 32,000 ആ പ്രൈസ് റേഞ്ച് വരും. പക്ഷേ ഇപ്പം 5600Gനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു പ്രോസസ്സറാണ് Ryzen 5 8500G. 8500G എനിക്കറിയാം, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് റെക്കമെൻഡഡ് അല്ല എന്ന് പറഞ്ഞൊരു പ്രോസസ്സറാണിത്. പക്ഷേ കറൻ്റ്ലി പ്രൈസിങ് നോക്കുവാണെങ്കിൽ അറൗണ്ട് 12 to 13,000 റേഞ്ചിൽ കിട്ടുന്നുണ്ട്. 5600G പ്രൈസ് വരുന്നത് ഏതാണ്ട് 11,000 റേഞ്ച് ആണ്. അപ്പം എന്തുകൊണ്ടും ഒരു എക്സ്ട്രാ 1,000 or 2,000 സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8500G എടുക്കുന്നത് ഇപ്പോഴത്തെ ഈ പ്രൈസ് പോയിന്റിൽ വാല്യൂ ഫോർ മണിയാണ്. ഇത് ഇറങ്ങിയ ടൈമിൽ 16 to 17,000 ആ റേഞ്ച് ആയിരുന്നു 8500G. ബട്ട് ഇപ്പം 12 to 13,000 റേഞ്ചിൽ അവൈലബിൾ ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ DDR5 കമ്പാറ്റബിൾ ആണ്. നിങ്ങൾ കുറച്ചും കൂടി ഒരു ഫ്യൂച്ചർ പ്രൂഫ് ബിൽഡ് നോക്കുന്നുണ്ടെങ്കിൽ 8500G വെച്ചിട്ട് നോക്കുന്നതായിരിക്കും നല്ലത്. ആൻഡ് ഈ APU ഇറങ്ങിയ ടൈമിൽ ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞത് 8500Gയിൽ PCI ലെയിൻസിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. സ്പെഷ്യലി ഗ്രാഫിക്സ് കാർഡിലോട്ട് പോകുന്നത് നമുക്ക് ടോട്ടൽ 8 ലെയിൻസ് കിട്ടത്തില്ല, 4 ലെയിൻസ് ആണ് കിട്ടുന്നത്. അതൊരു ചെറിയ ഡിസഡ്വാൻറ്റേജ് ആണ്, പക്ഷേ മേജർ ഡിഫറൻസ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. നിങ്ങളിപ്പം ഇതിൻ്റെ കൂടെ ഒരു 4080 ഹൈ ബാൻഡ് വിത്ത് ഉള്ള ഒരു GPU പെയർ ചെയ്യുവാണെങ്കിൽ മാത്രം വലിയൊരു ഹ്യൂജ് ഡിഫറൻസ് കാണാൻ പറ്റത്തുള്ളൂ. നോർമൽ 3060, 3050, 6600 ഇതുപോലത്തെ ഒരു ബഡ്ജറ്റ് GPUs ആണെങ്കിൽ ഇതിൽ വലിയ ഡിഫറൻസ് നോട്ടീസബിൾ അല്ല. ഹയർ എൻഡ് GPUs, ഹൈ ബാൻഡ് വിത്ത് ഉള്ള GPUs ഒക്കെ ആണെങ്കിൽ പെയർ ചെയ്യുന്നത്, അങ്ങനെ വരുമ്പം ഈ PCI ലെൻസിൻ്റെ ഒരു ലിമിറ്റേഷൻ നമുക്ക് നല്ലതുപോലെ നോട്ടീസബിൾ ആയിരിക്കും. ബട്ട് ബഡ്ജറ്റ് GPU ബീയിങ് ഇതൊരു ബഡ്ജറ്റ് പ്രോസസ്സറാണ്. സോ അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു ബഡ്ജറ്റ് ബിൽഡിന് വേണ്ടിയായിരിക്കും നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഒബ്വിയസ്ലി ഒരു ബഡ്ജറ്റ് GPU ഒരു 20,000-25,000 റേഞ്ചിൽ വരുന്ന GPUs ഒക്കെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ ഒരു കുഴപ്പമില്ല. സോ എനിവേസ് ഒരു 37,000 റേഞ്ചിൻ്റെ സ്പെക്കാണ് ഈ കാണുന്നത്. Ryzen 5 8500G. നമ്മൾ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി പല കാര്യങ്ങളും ജസ്റ്റ് കട്ട് ഡൗൺ ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്. ഇവിടെ നോട്ടീസ് ചെയ്യേണ്ട കാര്യം, ക്യാബിനറ്റ് ഞാൻ അങ്ങനെ സ്പെസിഫിക്കലി എല്ലാത്തിനും ഡിഫറെൻറ്റ് പറയുന്നില്ല. ക്യാബിനറ്റ് ഒക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇൻഫാക്ട് ഇതിലെ എല്ലാ കോമ്പണൻസും നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഞാൻ ജസ്റ്റ് ഒരു ബേസ് ലൈൻ സ്പെക്സും ബേസ് ലൈൻ റെക്കമെൻഡേഷനാണ് പറയുന്നത്. ഇതിൽ ബോർഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ വേറെ ബോർഡ് നോക്കണമെങ്കിൽ വേറെ നോക്കാം. നിങ്ങളുടെ ബഡ്ജറ്റ് പോലെ PSU വേണേൽ ഫ്യൂച്ചർ അപ്ഗ്രേഡ്സ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതിനേക്കാളും കുറച്ചുകൂടി ഹയർ ലെവലിലുള്ള PSUs നോക്കാം. സോ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ കോൺഫിഗർ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു പർട്ടിക്കുലർ ടൈറ്റ് ബഡ്ജറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു കൺസ്ട്രെയിൻഡ് സ്പെക്കും ഒരു ബേസ് ലൈൻ സ്പെക്കാണ് പറയുന്നത്. സോ ഇവിടെ 8500G MSIയുടെ Pro A620ME എന്ന ബോർഡാണ് ഞാൻ ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരു ബേസ് ലൈൻ 35-37,000 റേഞ്ച് ആണ് ബഡ്ജറ്റ് എങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബോർഡാണ്.
ജെ സ്കിൽസിൻ്റെ 16GB റാം DDR5 6000 MHz ആണ് പറയുന്നത്. SSD ഞാൻ 500 GB ആണ് ഇവിടെ പറയുന്നത് ബേസ് ലൈൻ. നിങ്ങൾക്ക് വേണേൽ 1 TB എടുക്കാം ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ബഡ്ജറ്റ് പോലെ. സോ WD SN580 ക്രൂഷ്യൽ P3+ അല്ലെങ്കിൽ ഈ റേഞ്ചിൽ വരുന്ന XPGയുടെ S60 പോലത്തതും നോക്കാം, നിങ്ങളുടെ ബഡ്ജറ്റ് പോലെ. ക്യാബിനറ്റ് സെബ്രോണിക്സിൻ്റെ ആണ് ഞാൻ പറയുന്നത്. സെബ്രോണിക്സിൻ്റെ അല്ലെങ്കിൽ ആൻറ്റി സ്പോർട്സിൻ്റെ ഒക്കെ ഒരു 3000 rupeesന് താഴെ വരുന്ന ബേസിക് ക്യാബിനറ്റ്സ്. ഗെയിം ഡിയാസിൻ്റെ വേണമെങ്കിലും നോക്കാം. ഒരു 550 watts മിനിമം വേണ്ടി വരും. സോ അങ്ങനെ ടോട്ടൽ ഒരു 37,500 ആ റേഞ്ചാണ് ഈ സ്പെക്കിൻ്റെ പ്രൈസിങ് വരുന്നത്. സോ ഇതൊരു സ്റ്റാർട്ടിംഗ് എൻട്രി ലെവൽ റേഞ്ചിന് വേണ്ടി ലൈറ്റ് ഗെയിമിംഗ് ആയാലും പ്രൊഡക്ടിവിറ്റി ആയാലും കുഴപ്പമില്ല. ഒരു എക്സ്ട്രാ ഗ്രാഫിക്സ് കാർഡ് വരുമ്പം ഫ്യൂച്ചറിൽ അത് ബെനിഫിഷ്യൽ ആയിരിക്കും. ബട്ട് ആസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു PC ആണ്. ഇതിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് ഇത്രയും ബഡ്ജറ്റ് പോലും ഇല്ലെങ്കിൽ 4600G വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാം. 4600G ഓർ 5600G കുറച്ചുകൂടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നോക്കാം. 4600G ഞാൻ ജസ്റ്റ് ഒരു ബേസ് ലൈന് വേണ്ടി പറയുവാണ്. സോ അതിൻ്റെ കൂടെ B450 ഏതെങ്കിലും ബോർഡ് യൂസ് ചെയ്യാം. 16GB റാമും 500GB സ്റ്റാർട്ടിംഗ് SSD. ബാക്കി സിമിലർ സ്പെക്കാണ്. ഏകദേശം ഒരു 30,000 ആ ഒരു റേഞ്ച് വരും. നമുക്ക് 30ക്ക് കുറച്ച് ക്യാബിനറ്റ് നിങ്ങൾ ഇൻ കേസ് ഡൗൺഗ്രേഡ് ചെയ്യുവാണ്, ബേസിക് ആയിട്ടുള്ള ക്യാബിനറ്റ് ഒക്കെ എടുക്കുവാണെങ്കിൽ ചിലപ്പം 30ക്ക് താഴെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ സ്പെക്കും ഡീറ്റെയിൽസ് പ്രൈസിങ് എല്ലാം പറയുന്നത് നമ്മളുടെ എല്ലാം ബിൽഡ് കോസ്റ്റും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രൈസാണ്. സോ നിങ്ങൾ ഇൻ കേസ് ഓൺലി PC പാർട്സിൻ്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ടോട്ടലിൽ നിന്ന് ഒരു 2500 rupees എടുത്ത് കളയാം. ബിക്കോസ് ഇതിൽ വിൻഡോസിൻ്റെ കോസ്റ്റും നമ്മുടെ ബിൽഡ് കോസ്റ്റ് എല്ലാം ഇൻക്ലൂഡഡ് പ്രൈസ് ആണ് പറയുന്നത്. സോ ഒരു 30,000 to 37,000 രണ്ട് സ്പെക്കാണ് ഈ കണ്ടത്. ഒരു 40,000 റേഞ്ചിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ സ്പെക്ക് നോക്കാം. AMD Ryzen 5 5500 ആണ് പ്രോസസർ. MSIയുടെ പ്രൈം Beast 450M K2 മോഡൽ മദർ ബോർഡ്. G Skills അല്ലെങ്കിൽ കിങ്സ്റ്റന്റെ 16GB റാം 3200 MHz XPG അല്ലെങ്കിൽ ലെക്സാറിന്റെ 512GB റാം നോക്കാം. GPU ഇവിടെ ഞാൻ യൂസ്ഡ് ആണ് പറയുന്നത്. ബഡ്ജറ്റ് ഒരു ടൈറ്റ് ഒരു സ്ക്വീസ് ചെയ്യാൻ വേണ്ടി GPU യൂസ്ഡ് ആണ്. യൂസ്ഡ് GPU RX 6600 അല്ലെങ്കിൽ RTX 3050 ഒക്കെ നോക്കാം. അതാണെങ്കിൽ ഏകദേശം നമുക്കൊരു 41,000-42,000 റേഞ്ച് വരും ഈ സ്പെക്ക്. ക്യാബിനറ്റും PSU സെയിം ആണ്. സോ ഇവിടെ ഇൻ കേസ് നിങ്ങൾക്ക് പുതിയ GPU ആണ് വേണ്ടതെങ്കിൽ RX 6600 അല്ലെങ്കിൽ ഇൻറ്റലിൻ്റെ ARC A750 ഇതൊക്കെ നല്ല ചോയ്സ് ആണ്. അങ്ങനെ നോക്കുമ്പം ഒരു 47,000-48,000 ആ റേഞ്ചിലോട്ട് പോകും. ഇതിൽ ഇൻറ്റലിൻ്റെ വേണമെങ്കിൽ നമുക്ക് ഇൻറ്റലിൻ്റെ DDR5ലും DDR4ലും പോസിബിൾ ആണ് ഒരു 40,000 റേഞ്ച് ബിൽഡ്. ഇൻറ്റലിലാണെങ്കിൽ ഒരു 40,000. ഇത് പ്യുവർലി കുറച്ചും കൂടി ഗെയിമിങ്ങിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നേരത്തെ പറഞ്ഞ AMDയുടെ ബിൽഡ് എഡിറ്റിംഗ്, പ്രൊഡക്ടിവിറ്റി, ഗെയിമിംഗ് ഓൾ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റിയാണ്. ബട്ട് ഓൺലി ഫോർ ഗെയിമിംഗ് ആണ് ഇൻറ്റലിൻ്റെ 12100F. കുഴപ്പമില്ലാത്ത പ്രോസസ്സറാണ്, കാരണം അത്യാവശ്യം നല്ല GPU ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു പ്രോസസ്സറാണിത്. സോ ഇതിൻ്റെ കൂടെ ബോർഡ് ബേസ് ലൈൻ ഞാൻ പറയുന്നത് ASUS അല്ലെങ്കിൽ ഗിഗാബൈറ്റിൻ്റെ H610 മോഡലാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഒരു 4,000-5,000 ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് DDR5ലോട്ട് പോകാം. അതല്ല ഹെവി അപ്ഗ്രേഡ്സ് ഒന്നുമില്ല, H610 ബോർഡ് മതിയെങ്കിലും 610ൽ തന്നെ DDR5 ബോർഡ്സ് അവൈലബിൾ ആണ്. സോ അതെടുത്ത് കഴിഞ്ഞാൽ മേ ബി ഒരു 43,000 റേഞ്ചിൽ നമുക്ക് DDR5 സ്റ്റാർട്ടിംഗ് ബിൽഡ്സ് ചെയ്യാൻ പറ്റും വിത്ത് ഇൻറ്റൽ പ്രോസസർ. ഇൻറ്റലിൻ്റെ 12100F വെച്ചിട്ടുള്ള സ്പെക്കാണ് ഞാൻ പറയുന്നത്. അറൗണ്ട് 6,500-700 റേഞ്ചിൽ ഈ പ്രോസസർ അവൈലബിൾ ആണ്. അതേപോലെ ബോർഡും DDR4 ആണെങ്കിൽ ഒരു 6,000 റേഞ്ചും, DDR5 ആണെങ്കിൽ അറൗണ്ട് 7,000 റേഞ്ചാണ് 610. സോ ഓവറോൾ നോക്കുമ്പോൾ ഇവിടെയും സിമിലർ ആയിട്ടുള്ള യൂസ്ഡ് GPU തന്നെയാണ്. അറൗണ്ട് രണ്ടും ഏകദേശം 41,000-42,000 ഇതേ സിമിലർ പ്രൈസിങ് വരുന്ന ഇൻറ്റൽ ബിൽഡും AMD ബിൽഡും ആണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. 610 ചിപ്സെറ്റ് ആണെങ്കിൽ മേ ബി ഇൻറ്റൽ i5 വരെ ഓക്കെ ആയിരിക്കും, അതിന് മേലോട്ട് പോകേണ്ട ആവശ്യമില്ല. അറൗണ്ട് 40,000 റേഞ്ച് ബിൽഡ്സ്, 40,000-42,000 റേഞ്ച് ബിൽഡ്സ് ആണെങ്കിൽ നമുക്ക് ഇതാണ് ഈ രണ്ട് സജഷൻസ് ആണുള്ളത്. ഇനി ഫൈനലി 50 റേഞ്ച് നോക്കാം. 50,000, 55, 60ക്ക് താഴെ ഒരു 50 and 60യുടെ ഇടയ്ക്ക്. സോ ഇവിടെ നമുക്ക് ഇൻറ്റലിൻ്റെ ഓപ്ഷനും ഉണ്ട്, AMDയുടെ ഓപ്ഷനും ഉണ്ട്. AMD ആണെങ്കിൽ നേരത്തെ പറഞ്ഞ Ryzen 5500 ആ സ്പെക്ക് തന്നെ നമുക്ക് ഗ്രാഫിക്സ് കാർഡ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. ഗ്രാഫിക്സ് കാർഡ് 3060 or 4060 വിത്ത് 650 വാട്ട്സിൻ്റെ PSU എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 50,000 റേഞ്ച് ബിൽഡ് 40ൻ്റെ 50ലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. SSD 500ൽ നിന്ന് ഒരു 1 TB ആക്കാം. B450യുടെ DS3H V2. ബട്ട് ഒരു 50,000 റേഞ്ച് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന സ്പെക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ 40,000ൻ്റെ സിമിലർ സ്പെക്കാണ്. കേസ് ഈ ബഡ്ജറ്റിൽ യൂസ്ഡ് നോക്കുന്നുണ്ടെങ്കിൽ 3060 ഒക്കെ കിട്ടും. 3060 മേ ബി ഇതിലും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് കിട്ടും. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 50,000 താഴെ RTX 3060 യൂസ്ഡ് ബിൽഡ് വെച്ച് ചെയ്യാൻ പറ്റും. സോ ഇതാണ് 50,000 റേഞ്ചിൽ ഒരു ഡീസെൻ്റ് ആയിട്ടുള്ളൊരു ബിൽഡ് നോക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി DDR4 ആണ്. DDR5 വേണമെങ്കിൽ ഇൻറ്റൽ നോക്കേണ്ടി വരും. 50,000
50,000 റേഞ്ചിൽ വിത്ത് GPU ആണ് ഞാൻ പറയുന്നത്. വിത്തൗട്ട് GPU ആണെങ്കിൽ നേരത്തെ ആദ്യം പറഞ്ഞ APU ബിൽഡ്സ് നോക്കാം. എനിവേസ് ഇന്റലിന്റെ ബിൽഡാണ് ഒരു 50,000 റേഞ്ചിൽ. 12400 ആണ് രണ്ടിലും പ്രോസസ്സർ വരുന്നത്. ഫസ്റ്റ് സ്പെക്കും DDR5 മദർ ബോർഡാണ്, പക്ഷേ വൈഫൈ ഇല്ലാത്തൊരു മദർ ബോർഡാണ്. വൈഫൈ വരുന്നതിലോട്ട് പോകുമ്പോൾ നമുക്കൊരു 1200 ആ റേഞ്ച് പ്രൈസ് കൂടും. സോ റൈറ്റ് സൈഡ് വൈഫൈ ഉള്ള ബോർഡിൻ്റെ സ്പെക്കാണ്. അതേപോലെ നമ്മളൊന്ന് ബഡ്ജറ്റ് ഒന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടി 5200 മെഗാഹെർട്സിൻ്റെ ആണ് റാം ഫസ്റ്റിൽ ഇട്ടേക്കുന്നത്. സെക്കൻഡിൽ 6000 മെഗാഹെർട്സിൻ്റെ ആണ്. സോ അവിടെ ഒരു 500 to 600 റുപ്പീസിൻ്റെ ഡിഫറൻസ് വരും. അതേപോലെ ക്രൂഷ്യലിൻ്റെ 500 GB ഓർ WD 500 GB ആണ് ഫസ്റ്റ് സ്പെക്കിൽ. സെക്കൻഡിൽ നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 1 TB ആണ് ഇട്ടേക്കുന്നത്. ക്യാബിനറ്റ് PSU സെയിം ആണ്. ഇതിൽ ഇൻ കേസ് കുറച്ചും കൂടി ബെറ്റർ വേണമെങ്കിൽ RTX 3060 യൂസ്ഡിലോട്ട് പോകും. 3060 യൂസ്ഡിലോട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റ് സ്പെക്കിൽ നമുക്ക് ബഡ്ജറ്റ് ഏകദേശം ഒരു 54,000 വരും. സെക്കൻഡ് സ്പെക്കിൽ നമുക്കൊരു 57 to 58,000 ഈ റേഞ്ചിൽ. ഇൻ കേസ് ഇതെല്ലാം പുതിയ GPU ആണെങ്കിൽ ഫസ്റ്റ് സ്പെക്ക് 60,000 കൂടും. സെക്കൻഡ് സ്പെക്ക് അപ്രോക്സിമേറ്റ്ലി 64,000 ചേഞ്ച് ആകും. സോ അതാണ് ഒരു 50 to 60 റേഞ്ചിൽ വരുന്ന ഇന്റൽ DDR5 സ്പെക്ക്. ഈ പറഞ്ഞ സ്പെക്ക് എല്ലാത്തിലും ഗ്രാഫിക്സ് കാർഡ് ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. ഗ്രാഫിക്സ് കാർഡ് SSD. സോ ഒരു ബേസ് ലൈൻ സ്പെക്ക് നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞ ഗ്രാഫിക്സ് കാർഡ് ഈവൻ യൂസ്ഡ് ആണെങ്കിലും പുതിയതാണെങ്കിലും സ്റ്റാർട്ടിംഗ് ബേസ് സ്പെക്കിലുള്ളത് പ്രോസസ്സറുമായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ മാച്ച് ആകുന്ന ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ്. ഇതിൽ Ryzen 5 പറഞ്ഞ ബിൽഡ്സിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ Ryzen 5600 നോക്കാം, 5600X നോക്കാം. ഞാൻ പറഞ്ഞല്ലോ എല്ലാം നിങ്ങളുടെ പ്രിഫറൻസും നിങ്ങളുടെ ബഡ്ജറ്റിലുമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓൾറെഡി പറഞ്ഞ പോലെ ഒരു ബേസ് ലൈൻ സ്പെക്കാണ് പറയുന്നത്. നിങ്ങൾക്ക് അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്ത് നിങ്ങളുടെ ബഡ്ജറ്റ് പോലെ ഓരോന്നും ചെയ്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സ്പെക്ക് കോൺഫിഗർ ചെയ്യാം. ഫ്യൂച്ചർ അപ്ഗ്രേഡ്സ് അതിനനുസരിച്ചും നിങ്ങൾക്ക് കോൺഫിഗർ ചെയ്യാം. എന്തായാലും ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. 30,000 35,000 റേഞ്ചിൽ നിന്ന് ഒരു 50 to 60,000 റേഞ്ചിൽ നമുക്ക് അത്യാവശ്യം ഇപ്പം ബിൽഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് ബഡ്ജറ്റ് ബിൽഡ്സിൻ്റെ സ്പെക്സ് ആയിരുന്നു. ബിക്കോസ് കൂടുതൽ പേരും റീസെൻ്റ് ആയിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഇത് തന്നെയാണ്. ഈവൻ 20,000 ഒക്കെ ചോദിച്ച് വരുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പുതിയ ബിൽഡ്സ് ചെയ്യാൻ പറ്റത്തില്ല. അത്ര വർത്ത് അല്ല 20,000 ബിൽഡ്സ് ഇപ്പോൾ ചെയ്യുന്നത്. സോ നിങ്ങൾ യൂസ്ഡ് ബിൽഡ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. 4 GB റേഞ്ച് ഓർ 6 GB യൂസ്ഡ് GPUs ഉള്ള ബിൽഡ്സ് നോക്കാം. ബട്ട് ഓൺ ആവറേജ് പുതിയ ബിൽഡ് ആണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 30ക്ക് മേലോട്ടാണ്. 35ക്ക് മേലോട്ട് നോക്കുന്നതായിരിക്കും നല്ലത്. എൻട്രി ലെവൽ ബിൽഡ്സ് അത്യാവശ്യം വിത്ത് GPU ഉള്ള നല്ല ബിൽഡ്സ് ആണ്. ഫ്യൂച്ചർ പ്രൂഫ് കുറച്ച് ഫ്യൂച്ചർ പ്രൂഫിങ് കാര്യങ്ങളൊക്കെ ഉള്ള ബിൽഡ്സ് ആണെങ്കിൽ ഈ പറഞ്ഞ സ്പെക്സ് നോക്കാം. ഒരു 40 to 50 റേഞ്ച് ഒക്കെ നോക്കാം. അപ്പോൾ അതായിരുന്നു എന്തായാലും ഇന്നത്തെ YBB വീഡിയോ. എന്തായാലും ഇനി ഇത് മന്ത്ലി വൺസ് എങ്കിലും ചെയ്യാൻ നോക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഹയർ ബിൽഡ്സ് ഞാൻ പറയാം. ഒരു 60, 70, 1 lakhന് താഴെ ഈ റേഞ്ചിൽ വരുന്ന കുറച്ച് ബിൽഡ്സ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻ കേസ് റെക്കമെൻഡേഷൻസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പെട്ടെന്നൊരു PC ബിൽഡ് വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വാട്സപ്പ് ചെയ്ത് ചോദിക്കാം. അതല്ല നിങ്ങളൊരു 1 month or 2 months കഴിഞ്ഞിട്ടൊക്കെയാണ് PC ബിൽഡ് ചെയ്യുന്നതെങ്കിൽ, ബിക്കോസ് ഞാൻ എന്തായാലും ഇതിപ്പം ഒരു മേ ബി നെക്സ്റ്റ് മന്ത് ആയിരിക്കും ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ അങ്ങനെ സ്ലോ ബിൽഡ് ഒരു 1 month 2 months കഴിഞ്ഞിട്ടാണ് നിങ്ങൾ PC ബിൽഡ് നോക്കുന്നതെങ്കിൽ ഈ റേഞ്ചിൽ PC ബിൽഡ്സ് 1 or 2 months കഴിഞ്ഞ് നോക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും ഈ റേഞ്ചിൻ്റെ ബിൽഡ്സ് ആയിരിക്കും ഞാൻ പറയുന്നത്. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. എനിവേസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഈ പറഞ്ഞ PC ബിൽഡ്സ് ഓർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ റിക്വയർമെൻറ്റ് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് PC സെറ്റ് ആക്കാം. ഓൾ കേരള ഡെലിവറി ഉണ്ട്, ഈവൻ ഔട്ട്സൈഡും ഉണ്ട്. എനിവേസ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് stay happy.